ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പവും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ബാൻഡാണ്. നല്ല മനോഹരമാണ് അല്ലേ, നോക്കിയേ. അപ്പോൾ നമുക്കിത് ചെയ്താൽ ഇതൊരു കസ്റ്റമൈസേഷനാണ് കേട്ടോ. അപ്പോൾ യെല്ലോയും വൈറ്റ് വരുന്ന തീം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പുമ്പും എടുത്ത് പുമ്പും ഞാനൊരു കുറച്ചെടുത്തിട്ടുണ്ട്. 2 കളറായിട്ടാണ്, ബ്ലാക്കും യെല്ലോയും. അപ്പോൾ ബ്ലാക്ക് സെൻറ്ററിൽ കൊടുക്കാം, മെറൂൺ ഉണ്ടെങ്കിൽ മെറൂണും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ ഒരു മാച്ചിങ്ങിന് വരുന്ന കളർ അതെടുക്കാം. അപ്പോൾ ഞാൻ 5 പുമ്പും എടുത്തിട്ട് അതിനൊന്ന് കോർത്തിട്ട് അതിനൊന്ന് ടൈ ചെയ്യണം. അപ്പോൾ ഈ ടൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് നമ്മൾ ടൈ ചെയ്തങ്ങ് ഇങ്ങനെ തീരെ ടൈറ്റ് ആക്കരുത്. ജസ്റ്റ് ടൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. തീരെ ടൈറ്റ് ചെയ്യണ്ട, അല്ലാതെ നമ്മളൊന്ന് ടൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതുപോലെ എനിക്ക് 2 എണ്ണം വേണം. അപ്പോൾ 2 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം ഇതുപോലെ ഞാൻ കോർത്തെടുത്ത് ജസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ബ്ലാക്ക് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, ഫെൽറ്റ് ഷീറ്റ് ഒന്ന് എടുക്കുക. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ ഇതിന് നമുക്ക് കറക്റ്റായി നിൽക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുക. അതിനുശേഷം നമ്മൾ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഗം അപ്ലൈ ചെയ്യുക, അതിലേക്കൊന്ന് ഫിക്സ് ചെയ്യുക. നോക്കി, അപ്പോൾ അത് കറക്റ്റ് ബാക്കിൽ അതങ്ങ് ഫിക്സ് ആയിരിക്കും. അതുപോലെ അടുത്തതും അതുപോലെ അങ്ങ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നോക്കി, ഇനി ഞാൻ എൻഡ് ക്യാപ്പല്ല, എൻഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. എൻഡ് ക്യാപ്പ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമുക്ക് എൻഡ് ടേപ്പ് ഉപയോഗിച്ച് ചെയ്യാം. എൻ്റെ എൻഡിൽ ഞാൻ ഹെയർ ബാൻഡിൽ കൊടുത്തു. ഓക്കെ, ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ഇളകത്തൊന്നുമില്ല കേട്ടോ. നല്ല നന്നായി തന്നെ ഇരിക്കും. എൻഡ് ക്യാപ്പ് പോലെ തന്നെയാണ് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം, കാരണം ഇത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ, പെട്ടെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻഡ് ക്യാപ്പ് ഒട്ടിയില്ലെങ്കിൽ അത് ഇളകി വരും. അതുകൊണ്ടാണ് ഞാനത് ശരിക്കും എൻഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ്, ഏകദേശം ഒരു സൈഡിൻ്റെ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫെൽറ്റ് ഷീറ്റിൽ ഗം അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതേ ഒരു ഷേപ്പിലുള്ള വലിപ്പത്തിലുള്ള ഫെൽറ്റ് ഷീറ്റ് ബാക്കിലും കൊടുത്ത് അങ്ങ് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകത്തില്ല. ആ ബാക്കിലൊന്നും പിന്നെ ഇളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഒട്ടിച്ച് നല്ല ഫിനിഷാക്കി ചെയ്യണം കേട്ടോ. കാരണം അത് ഇളകി പോകാതിരിക്കും. അപ്പോൾ 2 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 2 എണ്ണവും ഞാൻ അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഒട്ടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇത് ഗ്ലൂ കണ്ടിങ്ങനെ നല്ല മെൽറ്റായിരിക്കുന്നതാണ്. നമ്മൾ കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ നിങ്ങൾ. അതിനുശേഷം ഒരു ബട്ടർഫ്ലൈ സൈഡിൽ, അപ്പോൾ നമ്മുടെ ഏത് സൈഡിലാണ് നമുക്ക് വെക്കുന്നത് ആദ്യം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നല്ല നീറ്റാക്കി ഫിനിഷായിട്ട് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. നോക്കിയേ, ഇപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ, ഇല്ലേ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ഐഡിയയിൽ ഇതൊന്നും കോപ്പി അടിച്ച ഐഡിയ ഒന്നുമല്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഐഡിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും കഴിവുകളുണ്ട്. അപ്പോൾ ബാലൻസ് ഞാൻ ബീഡ്സ് എല്ലാം അങ്ങ് കംപ്ലീറ്റ് അത് കോർത്തിട്ട് അതിൻ്റെ ടേപ്പ് കൊണ്ട് അങ്ങ് ഫില്ല് ചെയ്തു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനായിരുന്നു. ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് അവിടെ ബീഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്ന് അടുത്ത് ഒരു 0.4 വയർ എടുത്തു. ജസ്റ്റ് നമ്മൾ 0.4 വയർ എടുത്തു. അതിന് ജസ്റ്റ് കുറച്ച് ലെങ്തിലെടുത്തു. അതിന് വീണ്ടും സെൻറ്ററിലൊന്നൊന്ന് മടക്കി 2 പാർട്ടാക്കി എടുത്തു. നോക്കി, എന്നിട്ട് സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡ്സ് ഇട്ടു. എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത്, ഞാനിത് കാണിക്കുമ്പോൾ മിക്കവരും പറയാറുണ്ട് ആ ഭാഗം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 സൈഡിലും ഓരോരോ ബീഡ്സ് കൊടുക്കുക. ഓരോരോ ബീഡ്സ് ഇട്ട് അതിനെ ഇതുപോലെ നമുക്ക് ആ ലെങ്ത് തമ്മിൽ കറക്റ്റായിരിക്കണം, അത്രയേ ഉള്ളൂ. 2 സൈഡിലിടുമ്പോൾ അതിൻ്റേതായ ഒരു ലെങ്ത് നമ്മൾ മെഷർ ചെയ്ത് ചെയ്യുക. നോക്കി, അടുത്ത സൈഡിലും വീണ്ടും അതിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ കൈ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം വീണ്ടും ആ 2 വയറും ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് അടുത്ത ബീഡ്സ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത ബീഡ്സ് ആണോ സ്റ്റോൺ ആണെങ്കിലും അത് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് കൊടുക്കേണ്ടത്. അടുത്ത് ഞാനൊന്ന് സൈഡിലേക്ക് എടുത്തിട്ട് ജസ്റ്റ് ബീഡ്സ് ഇടുന്നില്ല, അവിടെ ഒരു സ്റ്റോൺ വെക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അതുപോലെ 2 സൈഡും അങ്ങനെ ചെയ്തെടുത്തു. അല്ലാതെ കുറച്ച് പോളൻസ് ഇതുപോലെ ചെയ്ത് ഞാൻ 2 സൈഡിൽ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണും. ഇനി അതിലേക്ക് ജസ്റ്റ് ഞാൻ ആ ഫില്ല് ചെയ്യാനുള്ളതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ വെച്ചു. വളരെ എളുപ്പമാണ് കേട്ടോ, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വളരെ മനോഹരമാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് തോന്നുന്നത് വേറെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ഐഡിയകളാണ് കേട്ടോ കൂടുതലും ഒക്കെ. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ 2 സൈഡും ഇങ്ങനെ ബീഡ്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡൊക്കെ കൊടുക്കുമ്പോൾ ഇതിനൊക്കെ മിക്കവാറും ഒക്കെ കുറച്ചുകൂടെ നമുക്ക് മാച്ചിങ് കളറായിരിക്കും. സെൻറ്ററിലാണ് ആ സ്റ്റോൺ ഞാൻ കൊടുത്തത്. അതുപോലെ ഒരു സൈഡിൽ ഞാൻ ചെയ്തു വെച്ചിരുന്നതിന് ആ ബീഡ്സ് കൊടുത്തു, പോളൻ പോലെ. ഈ നമ്മൾ പോളൻസ് കൊടുക്കുമ്പോൾ പോളൻസൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കുന്നതിനേക്കാൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലില്ലെങ്കിലും ചെയ്യാം. നോക്കി, വളരെ മനോഹരമല്ലേ? വളരെ സിമ്പിളുമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മളെ പിള്ളേർക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.